ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കറി വെച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ചെറിയൊരു ഷവർമ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കുറച്ചേ ഉള്ളൂ, എൻ്റെ തക്കുടൂന് തികയൊന്നുമില്ല. അപ്പോൾ എന്നാലും വെറുതെ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് അവരെ കണ്ണി പൊടിയിടാനുള്ളൊരു മാർഗ്ഗം, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് കുഴച്ച് വെച്ചു. എന്നിട്ട് ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് ചെയ്യുമ്പോഴും അപ്പുറത്ത് ആളുണ്ട് കേട്ടോ. അപ്പുറത്ത് ഇങ്ങനെ ആൾ വെയിറ്റ് ചെയ്യാണ്, ഷവർമ ആയോ എന്ന് ചോദിച്ചിട്ട്. വൈക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായപ്പോൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. വെറും കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ട ഒരു മയോണൈസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തത്. ഇതിലൊരു ടിപ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ കുറേ ഓയിൽ ഒഴിക്കണ്ടേ. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്യുന്നൊരു ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി വേറുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ടാസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. 2 മുട്ടയുടെ വെള്ള വേറെ ആക്കുക എന്നുള്ളത് പൊട്ടിപ്പോയി. അത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ കുറവായതുകൊണ്ട് ഷവർമയിൽ വെറുതെ കൊത്തിപ്പൊരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മുട്ട അഴിച്ചൊഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ വെളുത്തുള്ളി കൂടെ ഇട്ടിട്ടുണ്ട്. 2 അല്ലി ഇട്ടിട്ടുള്ളൂ. ആ 2 അല്ലി ഇട്ടിട്ടുള്ളൂ എന്നല്ല, ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സത്യം. ഉള്ളിക്ക് ഭയങ്കര വില കൂടുതലാണ്. അപ്പോഴേക്കും ചിക്കൻ നോക്കിയപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചാക്കി മയോണൈസിക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരോടെ ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് 3 ടീസ്പൂണ് ചോറ്, സാധാരണ നമ്മൾ ചോറ് വെച്ചിട്ട് ചോറല്ലേ എന്താ പറയുക, തെറ്റിപ്പോയി. 3 സ്പൂൺ ചോറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ അരച്ചിടും. അപ്പോഴേക്കും ചിക്കൻ നമ്മൾ കോരി വെച്ചു. ബാക്കി വന്ന മുട്ടയുടെ മഞ്ഞക്കരി 1 മുട്ടയും കൂടി കൂട്ടിയിട്ട് ഒന്ന് ഓംലേറ്റ് ആക്കിയിട്ട്, കാരണം കുത്തി പൊരിക്കണമെങ്കിൽ ഇനി വേറെ ചട്ടി എടുക്കണ്ടേ. അപ്പോൾ അത് മടിച്ചിട്ട് ഞാൻ ആ എണ്ണയിൽ തന്നെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്തു. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് ഇവർക്ക് പച്ചക്കറിയുടെ ആ പച്ചച്ചോയ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൊട്ടൊന്നും കഴിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ക്യാരറ്റും കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. ഒരു ഉള്ളി 1 ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി കൊടുത്തു. അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയുന്ന നാട്ടിൽ ഉണ്ടാവുന്ന ഒരു മല്ലിയുണ്ട്, ആ മല്ലിയുടെ ഇലയാണ് എടുത്തത്. അപ്പോൾ ആ മല്ലിയുടെ ഇലയും കൂടി ഇട്ടെടുത്ത് ഒരു പകുതി ഭാഗം കേബേജ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു, ആ ചിക്കൻ നന്നായിട്ടൊന്ന് ചിക്കിയിട്ട് എന്തായാലും ഒന്ന് പിച്ചെടുത്തു എന്നൊക്കെ പറയാം, പൊടിയായിട്ട് ഉടച്ചെടുത്തിട്ട് അതും ആ കോഴിമുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഞാൻ ഷവർമയ്ക്ക് കുബൂസോ അല്ലെങ്കിൽ വേറെയൊന്നുമല്ല, രാവിലെ പൂരി ഉണ്ടാക്കിയപ്പോൾ അതിന് കുറച്ച് ചപ്പാത്തി പരത്തി ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ചുട്ടെടുത്തു. എന്നിട്ടൊരു വാഴണ്ടലെടുത്ത് അതിലേക്ക് ഈ ചപ്പാത്തി ചുട്ടതും അതിൻ്റെ മുകളിലേക്ക് ആ ഫില്ലിങ് വെക്കുന്നതിന് മുന്നേ കുറച്ച് മയോണൈസ് തേച്ച് വെച്ചു. അതിനുശേഷം ആ ഫില്ലിങ് എടുത്തിട്ട് ഒരു ഭാഗത്ത് തേച്ചുള്ളൂ, മടക്കണമെന്നാണെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് തേച്ച് കൊടുത്ത് അതിലേക്ക് ആ ഫില്ലിങ് നിറച്ച് ഒന്ന് മടക്കി വെച്ച്, അട പോലെ മടക്കി വെച്ചു. അപ്പോൾ ഇത് ഷവർമ എന്നൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവർ അവളെ ഒരു ഷവർമ അങ്ങനെ നിൽക്കുന്ന എൻ്റെ ഷവർമ അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു പൊട്ട ഷവർമ അങ്ങനെ പറയാം. അപ്പോൾ അതൊന്ന് മടക്കി വെച്ചു. എന്നിട്ട് അപ്പോൾ ആരാ ടേസ്റ്റ് ചെയ്യുന്ന മത്സരമായിരുന്നു. അപ്പം ഞാനൊരു കടി പിടിച്ചപ്പോൾ അപ്പുറത്തുനിന്ന് തൊട്ട് കടിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് തൊട്ട് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ പച്ചക്കറി എടുത്തിട്ടുകൊണ്ട് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോനത്തിൽ കൂട്ടി നോക്കി. അപ്പോൾ അവൾ കടിക്കാൻ വേണ്ടി ആ വായിൽ കുറച്ച് വെച്ചെടുത്തു. എന്നിട്ട് എടുത്തിട്ട് വരികയാണ്. പിന്നെ തക്കുടു തൊട്ട് ഇങ്ങനെ ഒന്ന് കാമ് വെച്ച് നോക്കുന്നുണ്ട്. അത് 3 ആളും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഞാനിത് ഓൺ വോയിസാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 3 ആളും കൂടെ കൂടിയിരുന്ന് കഴിച്ചപ്പോൾ ആൾക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ മൂന്നാളും കഴിക്കാനുള്ളപ്പോഴേക്കും നല്ല സന്തോഷമായി. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഏട്ടന് വീഡിയോ കോൾ ചെയ്തു ഏട്ടന് കാണിച്ചു കൊടുത്ത് ഷവർമ്മ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അച്ഛൻ വരുമ്പോൾ എടുത്ത് വെക്കാൻ പറഞ്ഞു. അതൊക്കെയാണ് പറഞ്ഞപ്പോൾ തക്കുടിനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ തക്കുട് പറയുകയാണ് നല്ല ടേസ്റ്റ്